തിമോത്തിയോസ് തിരുമേനി വന്നിരുന്നല്ലോ അച്ഛനെ കാണാനായിട്ട്. അതെ. നിങ്ങള് ക്ലാസ്മേറ്റ്സ് ആണോ? ഞങ്ങള് തിരുമേനി ഞാനും 6 കൊല്ലം ഒന്നിച്ച് പേപ്പർ സെമിനാറില് പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിലല്ല, ക്യാൻഡിയില് ശ്രീലങ്ക. അദ്ദേഹം എന്റെ ബാച്ചിന് നേരെ താഴെയുള്ള ബാച്ചിലായിരുന്നു. നിങ്ങള് അച്ഛന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ബിഷപ്സ് വേറെ ഒത്തിരി പേരുണ്ടോ? അച്ഛന് തിരുവല്ലായിൽ നിന്നും നെടുമങ്ങാട് മിഷനിലേക്കാണ് പോയത്. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ എന്ന് തോന്നുന്നു അല്ലേ? വളരെ നല്ല അനുഭവമായിരുന്നു. ഞാൻ ഓണേഴ്സിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴ് നെടുമങ്ങാട്ട് മിഷൻ ആരംഭിച്ചു. ആ ജനങ്ങളുമായിട്ട് എനിക്ക് വളരെ സ്നേഹമുണ്ട്. പാവപ്പെട്ട മനുഷ്യര്, നല്ല മനുഷ്യര്. ഞാൻ ഒരവസരത്തില് ജോലിക്കായിട്ട്, വീട്ടു ജോലിക്കായിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിന്നെ മധ്യവയസ്കരെല്ലാം അയച്ചിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉള്ളൂര് പല ഡോക്ടേഴ്സ്, മാറിവാനസ് കോളേജ് പല ലെക്ചറേഴ്സ്, പിന്നെ നമ്മുടെ വീട്ടുകാരിങ്ങനെ 100 ചില്ലുവാനും കുട്ടികളെ ഞാൻ ജോലിക്ക് വിട്ടിട്ടുണ്ട്. അത് ഒരിക്കലും തമാശയായിട്ട് ഗ്രിഗോറിയോസ് തിരുമേനി, ബെനഡിക്ട് മാർഗ്രിയോസ് തിരുമേനി പറഞ്ഞു, അച്ഛന് ഏബ്രഹാം ലിങ്കൺ ചെയ്തതിന് വിരുദ്ധമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ആൻഡ്രൂസിന് സാധാരണ ജനങ്ങളെ പിടിച്ച് അടിമകളാക്കുക. അതുപോലെ തന്നെ ഗ്രിഗോറിയോസ് തിരുമേനി ഒരിക്കൽ പറയുണ്ടായി, ഞാൻ അമ്പൂരി മായത്തും മിഷന് പോകുമായിരുന്നു. നെടുമങ്ങാട്ടിനപ്പുറം. നെടുമങ്ങാട് കഴിഞ്ഞാൽ പിന്നെ സഹ്യാദ്രി ഉള്ളതായ മിഷനെല്ലാം നമുക്കായിരുന്നു. അപ്പോൾ നെടുമങ്ങാട്ട് കഴിഞ്ഞിട്ട് കാട്ടാക്കട കഴിഞ്ഞിട്ട് കള്ളിക്കാട് കഴിഞ്ഞിട്ട് നെയ്യാർ ഡാം, അത് കഴിഞ്ഞിട്ട് വേണം നടന്ന് വനത്തിക്കൂടെ അമ്പൂരിക്ക് പോകാനായിട്ട്. അമ്പൂരിക്ക് പോകുന്നത് ആൻഡ്രൂസിൽ ചെന്ന് അമ്പൂരിക്ക് പോകുന്നതിന് കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ധാരാളം നല്ല പൂവമ്പഴം കിട്ടുമ്പോഴേ ആൻഡ്രൂസിന് ഇഷ്ടമാണ് അത്. കാരണം അന്ന് റോഡില്ലാത്തതുകൊണ്ട് നമ്മുടെ പഴങ്ങളും കാച്ചിലും ഒന്നും വിറ്റഴിക്കാനും. അപ്പൊ ഈ ഒറ്റയ്ക്ക് പോകുന്നത് ബുദ്ധിമുട്ടല്ലായിരുന്നു? കാട്ടുമൃഗങ്ങൾ നമ്മൾ പേടിച്ചാണ് പോകുന്നത്. ഒരിക്കല് ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴ് അല്പം ഉയരെയായിട്ട് മലഞ്ചരുവില് ഒരാന നിൽക്കുന്നു. ആന നിൽക്കുന്ന കണ്ടപ്പോ ഞാനങ്ങ് അവിടെ സ്തംഭിച്ചു നിന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, പ്രാർത്ഥിക്കണമെന്നുള്ളത് എനിക്കറിയാം. ഉടനെ ഞാൻ കൊന്ത പോക്കറ്റിൽ നിന്നെടുത്തു. എനിക്ക് അല്പം ഗ്രീക്ക് അറിയായിരുന്നു, അല്പം സുറിയാനി. നമ്മൾ നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലി. സുറിയാനിയിലും ഗ്രീക്കിലും ലത്തീനിലും നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും. അന്നേരമാണ് പിന്നെ ചങ്ങല കിടക്കുന്നത് കേട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജോലിക്ക് കൊണ്ടുവന്നതായ ആനയാണ്, ആനയല്ല, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. വലിയ ആശ്വാസവുമായി. അച്ഛന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്തെങ്കിലും അച്ഛന്റെ ഓർമ്മയിലുണ്ടോ? മറക്കാൻ ഒരിക്കലും നിവൃത്തിയില്ലാത്ത പല സംഭവങ്ങളുണ്ട്. ഒരെണ്ണം പറയട്ടെ. ഞാൻ ഒരു മിഷനില് വിസുർബാന അർപ്പിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് സന്തോഷത്തോടുകൂടി കുഞ്ഞിനെ മാമോദിസ മുക്കി. മുക്കിയതിന് ശേഷം ഒരു ഉപഹാരമായിട്ട്, ഒരു സംഭാവനയായിട്ട് അച്ഛന്മാർക്ക് കൊടുക്കുന്ന പതിവുണ്ടല്ലോ. അപ്പൊ കുഞ്ഞിന്റെ അപ്പന് ഒരു 2 രൂപ നോട്ടും 1 രൂപ നോട്ടും കയ്യിലെടുത്തിട്ട്. എത്ര വർഷം മുമ്പാ? ഇത് കുറച്ച് കൊല്ലമായി. ഒരു 50 വർഷം മുമ്പ്. എന്നിട്ട് ഈ 2 രൂപ നോട്ടും 1 രൂപ നോട്ടും കയ്യിലെടുത്തിട്ട് എന്നെ മുഖത്തൊന്ന് നോക്കിയിട്ട് പറയാ, അച്ഛന് സുറിയാനി പാട്ടൊന്നും പാടിയില്ലല്ലോ, മാമോദിസയ്ക്ക് നല്ല പാട്ടുകളില്ലേ, അതുകൊണ്ട് ഇയാളെ 2 രൂപ നോട്ട് പോക്കറ്റിലോട്ടിട്ട് അത് മറ്റേ 1 രൂപ നോട്ട് എടുത്ത് എനിക്ക് തന്നു. എനിക്ക് വാസ്തവത്തില് രൂപയ്ക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. സാറിന് രൂപ കിട്ടിയത് ഞാൻ സംഭാവനയായിട്ട് കൊടുക്കായിരുന്നു. കഴിഞ്ഞ കുറെ നാളായി അച്ഛന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എന്ത് തോന്നുന്നു അച്ഛന്? ഏകദേശം 4 മാസത്തോളം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മരണത്തെ മുന്നിൽ കണ്ട ഒരു അനുഭവം എന്ന് പറയാവുന്ന? അത് അച്ഛന് എനിക്ക് ബോധമില്ലല്ലോ. ബോധമില്ലാത്തപ്പോഴ് ചില ഡോക്ടേഴ്സ് പറഞ്ഞു മിക്കവാറും അച്ഛന് സമയം അടുത്തു, അതുകൊണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ.
ഉടനെ തന്നെ തിരുമേനിമാരെയും പിന്നെ നമ്മുടെ അച്ഛന്മാരെയും അറിയിച്ചു. പിന്നെ സുപ്പീരിയർ അച്ഛന് അമേരിക്കയ്ക്ക് പല എഴുത്തുകളും വിട്ടു. ഇങ്ങനെ ആൻഡ്രൂസ് അച്ഛന് മിക്കവാറും അവസാനം അടുത്തിരിക്കുകയാണ്. അവരത് കേട്ട് എന്ത് ചെയ്തു, ആൻഡ്രൂസ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി കാശ് തിരച്ചെടുത്തു. അത് സുപ്പീരിയർ അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നെ അവർക്കൊക്കെ ഞാൻ നന്ദിപൂർവ്വം എഴുത്തയക്കുകയുണ്ടായി. പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി സുപ്പീരിയർ അച്ഛനും പിന്നെ നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാരും എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അത് മറക്കാൻ പറ്റത്തില്ല. അതും മറക്കാൻ പറ്റില്ല. അപ്പോ അവിടെ കിടന്ന സമയത്ത് ഏകദേശം എല്ലാം റെഡിയായി. ഞാനത് ജനറൽ അച്ഛനോട് പറഞ്ഞെന്താ തോന്നുന്നത്, ഐ ആം റെഡി ടു ഗോ.